ഇതൊരു അയണിങ് ബോർഡാണ്. അതായത് തുണിയൊക്കെ അയൺ ചെയ്യാൻ കരുതി വളരെ ഈസി ആയിട്ട് പോർട്ടബിളായിട്ട് വെക്കാൻ സാധിക്കുന്ന ഒരു അയണിങ് ബോർഡാണ്. ഇത് ഞാൻ വാങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ മുമ്പ് നമ്മളെല്ലാം ബെഡിൽ തന്നെയാണ് ഇട്ട് അയൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴത്തെ മാട്രസ് ഒരു പ്രത്യേക ഫോമോ ആയിരുന്നാലും അങ്ങനെ ആയിരുന്നാലും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മാട്രസ് അതായത് മെത്ത നമുക്ക് നോർമലി അയൺ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതായത് ഹീറ്റ് കൂടിയ അതിൽ തട്ടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള ഫോം ഉരുകിപ്പോവും. അത് ഒഴിവാക്കാൻ കരുതിയിട്ടാണ് ഇതേപോലുള്ള അയണിങ് ടേബിളുകൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മളുടെ യൂട്യൂബിൽ നിലവിൽ വാൾ മൗണ്ട് ചെയ്യുന്ന ടൈപ്പ് ഒരുപാട് സാധനമുണ്ട്. ഇതെനിക്ക് കുറച്ച് ഫോൾഡ് ചെയ്ത് എവിടെയെങ്കിലും വെക്കാം എന്നുള്ള കരുതിയാണ് ഞാൻ ഇത് വാങ്ങിയത്. എന്നാൽ ഇതല്ലാതെ നമുക്ക് പെർമനൻ്റ്ലി നമുക്ക് ചെവിരിൽ തന്നെ വയ്ക്കാൻ സാധിക്കുന്ന ഒരുപാട് മോഡൽസ് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഭയങ്കര പാക്കിംഗ് ആയിട്ടൊന്നും അല്ല വന്നത്. ജസ്റ്റ് നമ്മളുടെ ഈ കാർട്ടൺ ബോക്സിനകത്ത് ഇതൊരു കവറിൽ പാക്ക് ചെയ്താണ് വന്നിട്ടുള്ളത്. ഇത് ഓപ്പൺ ചെയ്യാനും നമുക്ക് മടക്കി വയ്ക്കാനും ഒക്കെ വളരെ ഈസിയാണ്. പക്ഷേ ഇത് ഈ നമ്മളുടെ ആമസോണിൽ കാണിച്ചിരിക്കുന്ന അത്രയ്ക്കുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇത് കറക്റ്റായിട്ട് തറയിൽ കറക്റ്റായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കുന്നതേ ഇല്ല, ജസ്റ്റ് ആടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരുപാട് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് 6 or 7 ഹൈറ്റ് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്കിത് കറക്റ്റായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല. ഇത് ആമസോണിൽ 2000 സംതിങ്ങിനാണ് ഇത് വാങ്ങിയത്. എന്നാൽ നല്ല വേറെയും ബ്രാൻഡ്സ് ഉണ്ട്, പക്ഷെ അത് 4000 5000 റേഞ്ചൊക്കെയാണ് പോകുന്നത്. അപ്പം ഞാൻ ബഡ്ജറ്റ് കൂടെ കുറച്ച് നോക്കിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. എന്തായിരുന്നാലും ഇത് ഒരു 2000 രൂപയ്ക്കൊന്നും വെർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിരുന്നാലും 1000 രൂപയിൽ താഴെ വേണേൽ ഇത് ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇത് ഭംഗിക്കെങ്കിലും വെച്ചിക്കാം എന്നുള്ള ഒരു ഇതാണ്. ബാക്കി അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോർമലിൽ താഴെയാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി വരുന്നത്. നമുക്കിത് ഫോൾഡ് ചെയ്തൊക്കെ ഈസി ആയിട്ട് വെക്കാം. പിന്നെ ഇതിൻ്റെ മേളത്തെ കവർ എന്ന് പറയുന്നത് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ഇരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ആ ടാഗ് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇളക്കിയെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ബാക്കിൽ ഇതിൽ തന്നെ 2 ഐറ്റം ക്ലോത്താണ് വരുന്നത്. ഒന്ന് വന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നതും മറ്റേത് ഫോം എന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടെ കട്ടിയുള്ള ഒരു മെറ്റീരിയൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു സ്പോഞ്ച് കണക്കാണ് വരുന്നത്. പക്ഷെ അത് ചൂടൊന്നും തട്ടിക്കഴിഞ്ഞാൽ ഉരുകുന്ന ടൈപ്പൊന്നും അല്ല, നല്ല കട്ടിക്കുള്ള ഒരു ക്ലോത്തിൻ്റെ ഒരു മെറ്റീരിയൽ തന്നെയാണ്. എന്നാൽ മേളത്തെ ഭാഗം നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബോഡി ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഒരു മെഷ് പോലത്തെ ഒരു കണ്ടന്റ് യൂസ് ചെയ്താൽ ജസ്റ്റ് ഒരു 2 പൈപ്പ് ഒരു റോളറിൽ വെച്ച് മൂവ് ചെയ്യുന്ന രീതിയിലാണ് ആ ലോക്കിംഗ് മെക്കാനിസം. വളരെ സിമ്പിൾ മെക്കാനിസമാണ്. നമുക്കിതിൽ ഒട്ടും നമുക്ക് ആരോഗ്യമൊന്നും നമുക്ക് അതിൽ കാണിക്കാൻ പറ്റില്ല. നമുക്ക് അതായത് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാണ്ട് ഇത് റഫ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ സ്പീഡിൽ കൈകാര്യം ചെയ്യാനോ ഇത് സാധിക്കില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ എത്രത്തോളം നിലനിൽക്കും എന്നുള്ളത് നമുക്ക് അറിഞ്ഞില്ല. ഇത് കാണാൻ ഒരു ഭംഗി ഉണ്ടെന്നല്ലാതെ അതിലൊരു ക്വാളിറ്റി 100% ഇതിനകത്ത് ഇല്ല. എന്നാൽ നമ്മൾ ഈ ഷോപ്പുകളിലൊക്കെ കുറച്ച് 4000 5000 രൂപയ്ക്ക് കൊടുത്ത് വാങ്ങുന്നത് ഇതിനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടെന്ന് വേണം പറയാൻ. പക്ഷെ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഒരിക്കലും. കാരണം അത്രയ്ക്ക് എമൗണ്ട് കൊടുത്ത് വാങ്ങിയ അതിനുള്ള മെറ്റീരിയലോ കണ്ടന്റോ ഇതിനകത്ത് ഇല്ലെന്ന് വേണം പറയാൻ. ആകെ ഇതിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിത് മടക്കി നമുക്ക് എവിടെയെങ്കിലും വെക്കാം എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തൊരു ആകെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. നമുക്ക് ഈ ക്ലോത്തൊക്കെ നമുക്ക് തന്നെ വേറെ നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്തൊക്കെ വെച്ച് നമുക്കിത് രണ്ടാമത് നമുക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കാം. പക്ഷേ അതുണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് ഇതിൻ്റെ ബോഡി ഫ്രെയിം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് അയൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് ജസ്റ്റ് വളരെ സിമ്പിളായിട്ടാണ് ഇത് നമുക്ക് തിരിച്ച് വെക്കാനൊക്കെ സാധിക്കുന്നത്. അതായത് എന്ത് പറയാം, ഇതിനകത്തൂടെ ഒരു ത്രെഡാണ് സൈഡിൽ ടൈറ്റ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ആ ടൈറ്റ് ചെയ്ത് നിർത്തുന്നത് ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അറ്റത്തുണ്ട്. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റി തിരിച്ച് വെച്ചാൽ മതി, അതങ്ങ് ടൈറ്റായിട്ട് ഇരുന്നോളും. കാരണം പിന്നീട് അതിലൊരു മൂവ്മെന്റ് അതിൽ വരുന്നില്ല. അതുകൊണ്ട് അത് വലിച്ച് നെടുക്കിയതിന് ശേഷം ടൈറ്റ് ചെയ്ത് അങ്ങ് ചുറ്റി കെട്ടിയാൽ മാത്രം മതി. ഇതേപോലെ ഒരു 3-4 ചുറ്റിട്ട് തിരിച്ചങ്ങ് കറക്കി അങ്ങ് യൂസ് ചെയ്താൽ മതി. ഇത് വാഷ് ചെയ്യണമെങ്കിൽ മാത്രമേ ഇത് ഇളക്കേണ്ട ആവശ്യമുള്ളൂ, ഇല്ലെങ്കിൽ ഇതിനെ ഇളക്കേണ്ട ആവശ്യവും വരുന്നില്ല.
നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് അയൺ ചെയ്യുമ്പോൾ ഇതിലുള്ള പാടും കാര്യങ്ങളൊന്നും വരില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അയൺ ബോക്സ് വെച്ച് നമുക്ക് ഇപ്പോൾ ഞാൻ അയൺ ബോക്സ് ഇതിപ്പോൾ വെയിറ്റ് ഉള്ള അയൺ ബോക്സ് ആണ്. അയൺ ബോക്സ് ഏകദേശം 1 kg മേളിലുണ്ട്. ആ അയൺ ബോക്സ് നമ്മൾ അതിൽ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത് ആടിക്കൊണ്ടേ ഇരിപ്പുണ്ട്. മൂവ്മെന്റ് കറക്റ്റായിട്ട് അറിയാം, സ്റ്റേബിളായിട്ട് നിൽക്കുന്നതേ ഇല്ല. അപ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഇത് മറിഞ്ഞു വീഴുമോ എന്നുള്ള ഒരു തോന്നൽ നമ്മളെ മനസ്സിലുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിൽ തന്നെ ഒന്ന് പിടിച്ചുകൊണ്ട് നമ്മളിത് ചെയ്യേണ്ടി വരും. നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈ വെയിറ്റ് ഉള്ള അയൺ ബോക്സ് വെക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. അത് മാത്രമാണ് ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് നല്ല ഹാൻഡിൽ ചെയ്യാം. നമ്മൾ കറക്റ്റ് ഹൈറ്റും കറക്റ്റ് പൊസിഷനും ഒക്കെ ആയതുകൊണ്ട് ഓരോരുത്തരും അഡ്ജസ്റ്റ് ചെയ്ത്, ഇപ്പോൾ വൈഫിനായിരുന്നാലും ആ വൈഫിൻ്റെ ഹൈറ്റിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിത് താത്തിയൊക്കെ വെക്കാൻ പറ്റും. അത് മാത്രമാണ് ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. അത് നല്ല, ഇത് കുറച്ച് ക്വാളിറ്റി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിരുന്നു. ഇത് അല്ല, അത് ഈ ഹൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഈസി ആയിട്ട് നമുക്കിത് അയൺ ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കുലുക്കം മാത്രമാണ് ഇതിൽ ആകെ ഒരു ഡ്രോബാക്ക് ആയിട്ടുള്ളത്.